ആകുന്നത് ഒരു പുതിയ വീട്ടിലേക്ക്. ഇപ്പൊ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങൾ വേഗത്തിൽ നടക്കുകയാണ്, എല്ലാം വേഗത്തിലാണ് നടക്കുന്നത്. അതിപ്പോ ആർട്സിൽ ഇപ്പോ ബ്രൂണോ ഗിമാർഷിന് സൈൻ ചെയ്തു, ഒരു 70 മില്യൺ യൂറോ എന്ന രീതിയിലാണ് സൈൻ ചെയ്തത്. ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഓക്കെ ആർട്സിൽ സൈൻ ചെയ്യും, ഗിമാർഷിന് ആർട്സിൽ പുഷ് ചെയ്യാണ് വേണ്ടി ഒരു ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിലേ ആയിരുന്നു. ആർട്സിന്റെ ആദ്യത്തെ ബിഡ് ന്യൂ കാസിൽ റിജക്ട് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ ബിഡിലാണ് 70 മില്യൺ യൂറോയില് അവര് ആക്സെപ്റ്റ് ചെയ്യുന്നത് ന്യൂ കാസിലെ സംബന്ധിച്ചുള്ള ഒരു ബിഗ് ബ്ലോ ആണ്. ഓൾറെഡി അവരുടെ കീ പ്ലേയേഴ്സ് പോയി, ഇത് ബ്രൂണോ ഈ മാസം കൂടി പോയാൽ അവർക്കൊരു മെയിൻ ബ്ലോ തന്നെയാണ് ന്യൂ കാസിനെ സംബന്ധിച്ചോളം. ആർട്സിന് വിളിച്ചാൽ അത് അവർക്ക് അഡീഷണൽ ആണ്. അതായത് മിഡ്ഫീൽഡിലേക്ക് ഒരു ഫിസിക്കാലിറ്റി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലെയർ റൈസിന്റെ ഒപ്പം ഒഡേഗാർഡിന്റെ ഒപ്പം ഒക്കെ കളിപ്പിക്കുക. ഇറ്റ്സ് ഗുഡ് ഫോർ ആർട്സിൽ എന്ന രീതിയിലാണ് തോന്നുന്നത്. ആർട്സിനെ സംബന്ധിച്ചൊരു നല്ലതായിട്ടൊരു ഇതാണ് ആർട്സിലിന്. അപ്പോ ഇത് മിഖേൽ ആർട്ടിറ്റയുടെ ചോയ്സ് ആണ്. അതായത് മിഖേൽ ആർട്ടിറ്റ എനിക്ക് ഇങ്ങനത്തെ പ്ലെയർ വേണം, എനിക്ക് പ്ലെയർ വേണം, ബ്രൂണോ ഗിമാർഷിനെ വേണം പറഞ്ഞ ആള് ചൂസ് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു ഗുഡ് അഡീഷൻ ആയിട്ടാണ് ഇത് വന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് സലാ തുർക്കിഷ് ക്ലബായ തെറിക്സസ്പൂറിലേക്ക് പോയി. പ്രൊനൗൺസിയേഷൻ തന്നെയാണെന്നുണ്ട്, കൃത്യമായിട്ട് കിട്ടണില്ല പ്രൊനൗൺസിയേഷൻ. അപ്പൊ ആള് സലാ ഇപ്പോ ലിവർപൂളിൽ ലീവിനേഷൻ എങ്ങോട്ട് പോവോ, MLS പോവോ അതോ സൗദിക്ക് പോകാനുള്ളൊരു സ്പെക്കുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആള് തീരുമാനിച്ചു യൂറോപ്പിൽ നിൽക്കാൻ തീരുമാനിച്ചു, തുർക്കിഷ് ക്ലബിലേക്ക് വന്നു. ഈ ക്ലബ്ബ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലബ്ബാണ്. അവര് യൂറോപ്പ് ലീഗും അല്ലെങ്കിൽ കോൺഫറൻസ് ലീഗും ഒക്കെ കോമിറ്റ് ചെയ്യുന്ന ക്ലബ്ബാണ്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് സലയ്ക്ക് ഒരു യൂറോപ്യൻ സാധ്യത ഉണ്ട്, യൂറോപ്യൻ കോമ്പറ്റീഷൻ കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നത്. സലയെ സംബന്ധിച്ചോളം ഒരു വർഷത്തെ കോൺട്രാക്ട് ആണ്, വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ക്ലോസും കൂടി അതിലുണ്ട്. അങ്ങനത്തെ ഒരു ഡീലാണ് സൈൻ ചെയ്തത് സലയായിട്ട്. അപ്പൊ അതൊരു നല്ല ഒരു ഗുഡ് മൂവ് ആണ്, ഗുഡ് മൂവ് ഫോർ സലയാണ്. സലയ്ക്ക് ഒരു നല്ല മൂവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ടോട്ടനാമിന്റെ ക്യാപ്റ്റൻ ക്രിസ്റ്റ്യൻ റൊമേറോ ഏകദേശം എനിക്ക് തോന്നുന്നത് അവര് ആളെ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോകുന്നതാണ് ഒരു രീതിയിലാണ്. ആദ്യം റൊമേറോക്ക് വേണ്ടി ഇന്റർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്റർ റൊമേറോയുടെ ക്യാമ്പായിട്ട് ടോക്ക് നടത്തി, ഏജൻസ് ആയിട്ട് ടോക്ക് നടത്തി. പക്ഷെ അത് നല്ല രീതിയിൽ പോയില്ല. പക്ഷെ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് റൊമേറോക്ക് എപ്പോഴും ഒരു പ്രയോറിറ്റി ഇംഗ്ലീഷ് ക്ലബ്ബ് കഴിഞ്ഞ പ്രയോറിറ്റി ഒരു സ്പാനിഷ് ക്ലബ്ബാണ്. അതായത് റയലാണെങ്കിലും ബാഴ്സയാണെങ്കിലും അത്ലറ്റിക്കോ ആണെങ്കിലും. അപ്പൊ ബാഴ്സയ്ക്ക് റയലും വന്നില്ല, അത്ലറ്റിക്കോ വന്നു. അതിൽ ഏകദേശം ഡൺ ആവാൻ സാധ്യത ഉണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് ആ ഡീലിന് വേണ്ടി പുഷ് ചെയ്യും എന്നാണ് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് റൊമേറോ മാഡ്രിഡ് അത് എന്തായാലും നടക്കാൻ സാധ്യത ഉണ്ട്. അത് എന്തായാലും ഹാപ്പൻ ചെയ്യാൻ നല്ല സാധ്യത ഉണ്ട് റൊമേറോ മാഡ്രിഡിലേക്ക്. ഒന്നാമത് അവിടെ കോച്ച് അർജന്റീനയാണ്. അർജന്റീന പ്ലേയേഴ്സ് അത്യാവശ്യം കുറെ അർജന്റീന പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. സിമിയോണി ഉണ്ട്, പിന്നെ സിമിയോണി ഉണ്ട്, ഉരുള്ളി ഉണ്ട്, ജെറോമോ ഉരുള്ളി ഗോൾ കീപ്പർ ആളുണ്ട്, പിന്നെ സിമിയോണി ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ആ ഡീൽ നടക്കാൻ സാധ്യത ഉണ്ട് റൊമേറോ ടു മാഡ്രിഡ്. അതുപോലെ തന്നെയാണ് പെഡ്രോ നെറ്റോ സിറ്റിക്ക് നെറ്റോ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു ഫോർമൽ ഇൻഫർമേഷൻ കൊടുത്തു സിറ്റി നെറ്റോന്റെ ഏജൻസുമായിട്ട് ആള് ടോക്ക് നടത്തിയെന്നൊക്കെയുണ്ട്. അപ്പൊ അവിടെ കോച്ച് എൻസോ മരസ്കിക്ക് വേണ്ട ഒരു പ്ലെയർ ആണ്, ആൾക്കാണ് താല്പര്യം നെറ്റോനെ സൈൻ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ആൾക്കൊരു നല്ലൊരു ഓപ്ഷനാണ്, ആളുടെ നിർബന്ധത്തിലാണെന്നാണ് സൈൻ കേൾക്കുന്നത് പെട്രോ നെറ്റോ. അപ്പൊ നെറ്റോ കുഴപ്പമില്ലാത്ത സൈനിങ് ആണ്, എനിക്ക് ബാക്കപ്പ് പ്ലെയർ ആയിട്ടൊക്കെ വെക്കാം. ഓൾറെഡി അവരുടെ സവീഞ്ഞോ പോവാന്ന് നിൽക്കുന്നുണ്ട്, സവീഞ്ഞോ സിറ്റി വിടുന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ സവീഞ്ഞോയുടെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് നെറ്റോ സവീഞ്ഞോയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരു നല്ല അഡീഷൻ ആണ് നെറ്റോ സിറ്റിക്ക് വരുമ്പോ. അതൊരു ഗുഡ് ഓപ്ഷൻ അല്ലെങ്കിൽ ഗുഡ് ബൈ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമ്മൾ ചെൽസിലേക്ക് വരുമ്പോ ചെൽസി 2 അഡീഷൻസ് നടത്തി. അതായത് വെരി എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് ആയ ജോർഡൻ ഹെൻഡേഴ്സിനെയും ഡാനി വെൽബാക്കിനെയും സൈൻ ചെയ്തു. അതായത് ഇപ്പൊ നമ്മൾ ചോദിക്കും എന്താണ് 35 വയസ്സായില്ലേ വെൽബാക്കിന്, 30 സംതിങ് ഇല്ലേ ഹെൻഡേഴ്സിന്, എന്തിനാ അവർ സൈൻ ചെയ്ത്, എന്തിനാ
ആൾക്ക് എക്സ്പീരിയൻസ് വേണം. അതായത് അലോൺസോയ്ക്ക് എക്സ്പീരിയൻസ് വേണമുള്ളൊരു മാനേജറാണ്. അതിപ്പോ നമ്മള് ബയർ ലെവർകൂസനിൽ പോയാലും അവിടെ ഗ്രാൻഡ് ഷാക്ക ഉണ്ടായിരുന്നു, അവിടെ ജോനാഥൻ താ ഉണ്ടായിരുന്നു അത്യാവശ്യം എക്സ്പീരിയൻസിൽ. റയൽ മാഡ്രിഡിൽ വന്ന അവിടെ ഡാനി കർവഹൾ ഉണ്ടായിരുന്നു, അതുപോലെ തിബോ കോർട്ടു ഉണ്ട് എക്സ്പീരിയൻസ്. ചെൽസി ഒരു യങ് ടീമാണ്, യങ് പ്ലേയേഴ്സ് 18, 19, 20 അങ്ങനത്തെ ഒരു ഏജ് കാറ്റഗറിയിലുള്ള പ്ലേയേഴ്സ് ആണ്. അപ്പൊ ഇതിലേക്കൊരു എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് വരാനുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനത്തെ കാര്യമാണ് ആൾ അവിടെ ചെയ്തത്. അവിടെ ഒരു സിറ്റുവേഷനൊക്കെ മാച്ചിന്റെ ഒരു പോയിന്റ് ലാസ്റ്റ് മിനിറ്റിലൊക്കെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് കളി സേവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രീതിയൊക്കെയാണ് അലോൺസോ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് ഒരു ട്രാൻസ്ഫർ, ഓവറോൾ ട്രാൻസ്ഫർ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഇനി അൽവാരസിന്റെ കാര്യത്തില് രണ്ടെണ്ണമുണ്ട്. ബാഴ്സലോണ എപ്പോഴും അൽവാരസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ സമയമുണ്ട്, ഇനിയും ട്രാൻസ്ഫർ ബോംബാസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഈ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത കാണാം.